സുഹൃത്തുക്കളെ, റിൻസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇട്ടിരിക്കുന്നത് വിഗാർഡ് സ്റ്റെബിലൈസറാണ്. ഇതിൻ്റെ പ്രശ്നം ലോ ഔട്ട്പുട്ട് വോൾട്ടേജും ടൈം ഡിലേ ഒരുപാട് സമയം എടുക്കുകയാണ് ഔട്ട്പുട്ട് ഓണാകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് വരുന്നത് കപ്പാസിറ്ററുകളാണ്. 407 മൈക്രോ ഫാരഡിൽ 40 വോൾട്ട് കപ്പാസിറ്റർ, 100 മൈക്രോ ഫാരഡിൽ 25 വോൾട്ട് കപ്പാസിറ്റർ, പിന്നെ 407 മൈക്രോ ഫാരഡിൽ 35 വോൾട്ട് കപ്പാസിറ്റർ. ഇത്രയും കപ്പാസിറ്ററാണ് വിഗാർഡ് സ്റ്റെബിലൈസറിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു ഫോൾട്ട് വരുമ്പോൾ പോകാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്ററുകളെ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ ഡിസ്ചാർജിങ് ടൈം ഒന്ന് നോക്കാം. ടൈം ഡിലേ മെയിനായിട്ടും ഉപയോഗിക്കുന്നത് ഇതാണ്. കപ്പാസിറ്ററുകൾ ചാർജിങ് ഡിസ്ചാർജിങ്ങിന് ടൈം ഡിലേ സർക്യൂട്ടായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വിഗാർഡ് സ്റ്റെബിലൈസറിന് പൊതുവെ വരുന്ന ഒരു കംപ്ലൈൻറ്റാണ് ഈ കപ്പാസിറ്ററുകൾ കംപ്ലൈൻ്റ് ആയി വരുന്നത്. ഇത് ഒരു കുറച്ച് പഴക്കമുള്ള ഒരു ടൈപ്പ് സ്റ്റെബിലൈസറാണ്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം കപ്പാസിറ്ററുകൾ. ഡിസ്ചാർജിങ് കറക്റ്റാണോ ഇല്ല എന്നുള്ളത്. ഈ കപ്പാസിറ്റർ വൺ സൈഡ് ഡിസ്ചാർജിങ് കാണിക്കുന്നുണ്ട്, വൺ സൈഡ് ഡിസ്ചാർജിങ് കാണിക്കുന്നില്ല. അടുത്ത് നോക്കാം. ഇത് അതേപോലെ തന്നെ വൺ സൈഡ് ഡിസ്ചാർജിങ് കാണിക്കുന്നില്ല. അപ്പം ഇതിൽ 407 മൈക്രോ ഫാരഡിൽ 40 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ, 470 മൈക്രോ ഫാരഡിൽ 25 വോൾട്ടിൻ്റെ മറ്റൊരു കപ്പാസിറ്റർ. ഈ രണ്ട് കപ്പാസിറ്റർ ഇതിൽ ഫോൾട്ടാണ്. ഈ രണ്ട് കപ്പാസിറ്റർ നമുക്ക് മാറ്റി പുതിയ രണ്ട് കപ്പാസിറ്ററിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ ഒരു കപ്പാസിറ്റർ കൂടെ ഉണ്ട്, 100 മൈക്രോ ഫാരഡിൽ 25 വോൾട്ട് കപ്പാസിറ്റർ. ഇത് കൊണ്ടൊന്ന് ചെക്ക് ചെയ്യാം. വൺ സൈഡ് ഇതും ഡിസ്ചാർജിങ് കാണിക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് പുതിയ രണ്ട് കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം.
ഇത് പഴയ ടൈപ്പ് ഒരു ഇൻവേർട്ടർ ടൈപ്പ് ബോർഡ് ആയതുകൊണ്ട് അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പോളാരിറ്റിയും നെഗറ്റീവ് പോളാരിറ്റിയും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ബോർഡിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പോസിറ്റീവ് നെഗറ്റീവ്. ഇനി നമുക്കിതിലൊന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം. ഇതിന് ഔട്ട്പുട്ട് ഭയങ്കര ഡിലേ ആയിരുന്നു, ഇതിൻ്റെ ടൈം വളരെ കൂടുതലായിരുന്നു, ഔട്ട്പുട്ട് ലോ വോൾട്ടേജും ആയിരുന്നു. അപ്പോൾ നമുക്ക് സപ്ലൈ കൊടുത്ത് മൾട്ടിമീറ്ററിൽ ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റെബിലൈസറിൻ്റെ ഔട്ട് ഓൺ ആയിട്ടുണ്ട്. ഇൻഡിക്കേറ്ററുടെ ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റർ ഇവിടെയുണ്ട്. രണ്ട് ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. സോ നമ്മുടെ സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ട് 223 വോൾട്ട് ആണ് വരുന്നത്. ലോഡ് ചെയ്യുമ്പോൾ അത് കുറയും, 223 വോൾട്ടിലേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു കോമൺ ആയിട്ടുള്ള സ്റ്റെബിലൈസറുകളുടെ വോൾട്ട് വരാറുള്ളത്. കപ്പാസിറ്റർ ആയിരിക്കും അധികം. അത് കാരണം വെച്ചാൽ ടൈം ഡിലേ വരുന്ന കപ്പാസിറ്റർ